Hello everyone, welcome to Winners and Tech Hub classes. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ബേസിക് ഇലക്ട്രോണിക്സിലെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ളൊരു പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സെമി കണ്ടക്ടർ ഫിസിക്സ്? അപ്പോൾ നമ്മൾ ഏതൊരു ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾക്കും ഇത് ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന്? കാരണം നമ്മൾ ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ ലോജിക്കാണ് ശരിക്കും പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പോൾ നമ്മുടെ സിലബസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ നിങ്ങൾ കണ്ടോ, നമ്മൾ ഈ സിലബസ് പ്രകാരം എന്താണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. റെസിസ്റ്റർ എന്താണ്, കപ്പാസിറ്റർ എന്താണ്, ഇൻഡക്ടർ എന്താണ്, അതിൻ്റെ MCQs നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈപ്സ്, വർക്കിംഗ്, യൂസസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനുള്ള പോർഷൻ എല്ലാവരും നോക്കണേ. ഡയോഡ്സ് ആണ്. ഏതൊക്കെ ഡയോഡ്സ് ഉണ്ട്? PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, പിന്നെ ഇവിടെ വരുന്ന ആംപ്ലിഫയേഴ്സ്, ലൗഡ് സ്പീക്കർ, പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്സ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. കാരണം ഫിസിക്സിൻ്റെ അപ്ലിക്കേഷനാണ് ശരിക്കും ഇലക്ട്രോണിക്സിൽ ശരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ലെക്ചറിൻ്റെ പേര് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പോൾ നിങ്ങൾ സിലബസിൽ എവിടെ നോക്കിയാലും ഈ ടോപ്പിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതറിഞ്ഞാലേ ഡയോഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ട്രാൻസിസ്റ്റർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ, ആംപ്ലിഫയർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊരു ഫണ്ടമെൻ്റൽ ബേസ് ക്ലാസ് ആയിട്ട് എടുക്കുക. ഇതിൻ്റെ MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ MCQ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എക്സാമിന്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇതിന് 35ഓളം MCQs ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു? നമ്മൾ കവർ ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. സെമി കണ്ടക്ടർ ഫിസിക്സ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് സെമി കണ്ടക്ടർ. എന്താണ് കണ്ടക്ടർ? നിങ്ങൾ പറയൂ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിനും കണ്ടക്ടേഴ്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എടുക്കുന്ന കോമ്പണൻ്റ് ആണ് സെമി കണ്ടക്ടർ. അപ്പോൾ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? യെസ്. അപ്പോൾ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തൊട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആറ്റത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതൊന്ന് പറയാം നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്? ദിസ് ഇസ് ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടിനെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് പറയുക. അവിടെ നമുക്ക് പ്രോട്ടോൺ ഉണ്ടായിരിക്കും, ന്യൂട്രോൺ ഉണ്ടായിരിക്കും. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലാണ്. ഇതിന് ഓരോ ഓർബിറ്റുകളിലായിട്ട് റിവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ആക്ച്വലി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് ആക്ച്വലി എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ജനറലി നമുക്ക് പറയാം, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ആയിട്ട് പറയാം അല്ലേ? An atom consists of central nucleus surrounded by orbiting electrons. The nucleus consists of positively charged particle called proton. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ നമുക്ക് പ്രോട്ടോൺ എന്ന് പറയാം. ആൻഡ് അൺചാർജ്ഡ് പാർട്ടിക്കിൾ കോൾഡ് ന്യൂട്രോൺ. ഇതിൽ അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട്, അത് നമുക്ക് എന്ത് പറയാം? ന്യൂട്രോൺ എന്ന് പറയാം. ഇലക്ട്രോൺസ് ഹാവ് നെഗറ്റീവ് ചാർജ്. ഇതിനെ റിവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ജനറലി നമുക്ക് പറയാം ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണോ അത്രയാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അതിൻ്റെ ബേസിൽ നമുക്ക് അറ്റോമിക് നമ്പർ പറയാം. എന്താണ് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ?
അറ്റോമിക് നമ്പർ ഈക്വൽസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദി ന്യൂക്ലിയസ് വിച്ച് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര പ്രോട്ടോൺസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയുക, അറ്റോമിക് നമ്പർ എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ അറ്റോമിക് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ബേസിക് ആയിട്ടുള്ള കോമ്പണൻസിന്റെ അറ്റോമിക് നമ്പർ. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാം ജനറലി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇലക്ട്രോൺസ് ഓർബിറ്റ് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം അറ്റ് എ സർട്ടൺ ഡിസ്റ്റൻസസ് ഫ്രം ദി ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് നിയർ ദി ന്യൂക്ലിയസ് ഹാവ് ലെസ് എനർജി ദാൻ those is more distant orbit. Each orbit from the nucleus corresponding to certain energy level. In an atom, the electrons are grouped into energy level called shell. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺസിന്റെ ബേസിസിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ആറ്റത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇവിടെ ഇലക്ട്രോൺസ് ഓർബിറ്റ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ ഓരോ ഓർബിറ്റ്സിലും ആയിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, എത്ര ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ബേസിക് ഫോർമുല വെച്ചാണ്. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n² ആണ്. 2n². എന്താ 2n²? ഇത് എത്രാമത്തെ ഷെല്ലാണെന്നാണ് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ എന്നിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്ത മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. 2n² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. 2 × 1² ആണ് ഇവിടെ വരിക. 2 × 1² എന്ന് പറഞ്ഞാൽ 2. സെക്കൻഡ് ഷെല്ലിൽ 2 × 2². 2 × 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 2 8. തേർഡ് ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആണ്, അതായത് 2 × 3². ഫോർത്ത് ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2 × 4² ആണ്. 2 × 4² എന്ന് പറഞ്ഞാൽ 32. ഓക്കെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. അപ്പോൾ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ഓർബിറ്റിലും റിവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കോമ്പണൻസ് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന കോമ്പണന്റ് സോഡിയം എന്നുള്ളൊരു മെറ്റീരിയലാണ്. സോഡിയം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം, നമുക്ക് ഒരു ഓർബിറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന 2n² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. 2n². അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2 × 1² 2 ആണ്. സെക്കൻഡ് ഓർബിറ്റിൽ ഉണ്ടാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2 × 2². 2 × 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 8 ആണ് അല്ലെ? ഒന്നുകൂടി എഴുതാം. നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫോർമുല പറഞ്ഞു. ജനറൽ ഫോർമുല എന്താ? 2n². അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം എണ്ണം 2 ആണ്. സെക്കൻഡ് ഓർബിറ്റിലോ 2 × 2² 8. തേർഡ് ഓർബിറ്റിലോ 2 × 3². 2 × 3² എന്ന് പറഞ്ഞാൽ 18. ഫോർത്തിലോ 2 × 4². 4² 16. 16 × 32. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ നമുക്ക് ഉണ്ടാവുന്ന മാക്സിമം എണ്ണം 8 ആണ്. മൂന്നാമത്തെ ഓർബിറ്റിൽ മാക്സിമം ഉണ്ടാവുന്ന 3 ആണ്. അപ്പൊ 2,8,3 എന്ന് എഴുതാം നമുക്കിതിന്റെ ഓരോ ഓർബിറ്റിലും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പോൾ ഞാനിവിടെ സോഡിയം വരച്ചിട്ടുണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഓർബിറ്റിൽ 3 ഇലക്ട്രോൺ. സോറി, 283 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. 283 എന്നുള്ള തെറ്റല്ലേ? 2,8,1 അല്ലേ? സോറി, പറഞ്ഞു മാറിപ്പോയതാണ്. ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8, തേർഡ് ഓർബിറ്റിൽ 1. എന്നാലല്ലേ 11 ആവുള്ളൂ. ഞാൻ 13 എന്നുള്ള രീതിയിലാണ് എഴുതിയത്. അപ്പൊ കറക്റ്റ് അല്ലേ? ഫസ്റ്റിൽ 2, സെക്കൻഡിൽ 8, തേർഡിൽ 1. അടുത്ത് നോക്കും, മെഗ്നീഷ്യാണ്. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 2. 2,8,2. ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8, തേർഡ് ഓർബിറ്റിൽ 2. ഇങ്ങനെയാണ് ആക്ച്വലി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മെഗ്നീഷ്യം. അടുത്താണ് അലുമിനിയം. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ 2,
സെക്കൻഡ് ഓർബിറ്റിൽ 8, തേർഡ് ഓർബിറ്റിൽ 3. ഇങ്ങനെയാണ് റിവോൾവ് ചെയ്തിരിക്കുന്നത്. 2, 8, 3. ഇതാണ് അലുമിനിയം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏത് കോമ്പണന്റും ഇതുപോലെ അറ്റോമിക് സ്ട്രക്ചർ വരയ്ക്കാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ 3 കോമ്പണന്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കോമ്പണന്റ് കാർബൺ ആണ്. നിങ്ങൾ നോക്കിയേ, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതെങ്ങനെയോ ഫിൽ ആവുക 2,4. അടുത്ത സിലിക്കൺ ആണ്. സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 14 ആണ്. അപ്പൊ 2,8,4. ജർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32 ആണ്. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8, തേർഡ് ഓർബിറ്റിൽ 2 × 3² 18, ഫോർത്ത് ഓർബിറ്റിൽ 4. ഇങ്ങനെയാണ് നോർമലി ജർമേനിയം വരിക. ജർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32 ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കാർബണിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 4, സിലിക്കണിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8, മൂന്നാമത്തെ ഓർബിറ്റിൽ 4. ജർമേനിയത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ 2, സെക്കൻഡ് ഓർബിറ്റിൽ 8, തേർഡ് ഓർബിറ്റിൽ 18, ഫോർത്ത് ഓർബിറ്റിൽ 2, ഫോർത്ത് ഓർബിറ്റിൽ 4. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാർബൺ ആണെങ്കിലും സിലിക്കൺ ആണെങ്കിലും ജർമേനിയ ആണെങ്കിലും ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത്. ശരിക്കും നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ 3 കോമ്പണന്റ്സ് ആണ് കേട്ടോ. കാർബൺ നമ്മൾ റയർലി യൂസ് ചെയ്യാറുള്ളെങ്കിലും അതിന്റെ അറ്റോമിക് നമ്പർ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സിലിക്കണും ജർമേനിയാണ് നമ്മൾ മോസ്റ്റ്ലി പ്രിഫറബിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടർ പറയുന്നത്. കാരണം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. അതിനുള്ള കാരണമൊക്കെ നമുക്ക് പറയാം. എന്തുകൊണ്ട് 4 ഇലക്ട്രോൺസിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, അപ്പൊ ഇതാണ് നോർമലി ഇതിന്റെ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിലിക്കണും ജർമേനിയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. അപ്പൊ ഇതിന്റെ ഇതിൽ നമുക്ക് പറയാനുള്ളത് വാലൻസ് ബാൻഡിനെ കുറിച്ചും കണ്ടക്ഷൻ ബാൻഡിനെ കുറിച്ചുമാണ്. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു സിലിക്കൺ അല്ലെ, സിലിക്കണിന്റെ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ജർമേനിയത്തിന്റെ കേസ് പറഞ്ഞു, കാർബണിന്റെ കേസ് പറഞ്ഞു അല്ലെ. സോ വി ഹാവ് 2 ഡിസ്റ്റിങ് എനർജി ബാൻഡ്. ഒന്നിനെ നമുക്ക് വാലൻസ് ബാൻഡ് എന്നും ഒന്നിനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയാം. എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്? ഇപ്പൊ ഞാൻ കാർബൺ എന്നുള്ള മെറ്റീരിയൽ എടുക്കുകയാണ്. കാർബൺ നമുക്കറിയാലോ, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിൽ 2ഉം സെക്കൻഡ് ഓർബിറ്റിൽ 4ഉം ആണ് ഉണ്ടാവുക. അപ്പൊ ഞാനൊരു കാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ ബേസിസിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിൽ 2 വരും, സെക്കൻഡ് ഓർബിറ്റിൽ 4 വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ കാർബൺ എന്ന് പറയുന്ന കോമ്പണന്റിന് നോർമലി ഒരു വാലൻസ് ബാൻഡും ഉണ്ട്. അപ്പൊ ഈ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ? നോർമലി ഇപ്പൊ കാർബൺ ആണെങ്കിൽ അല്ലെങ്കിൽ സിലിക്കൺ ആണെങ്കിൽ, കാർബൺ ആണെങ്കിൽ നമ്മൾ 2,8 അല്ല പറയാ, സോറി 2,4 അല്ല പറയാ കാർബൺ. സിലിക്കണും ജർമേനിയും ആണെങ്കിലോ, സിലിക്കൺ ആണെങ്കിൽ 2,8,4 പറയാ. അപ്പൊ ഇതില് കാർബണിന്റെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാൻഡിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയാം. സിലിക്കൺ ആണെങ്കിൽ മൂന്നാമത്തെ ബാൻഡിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയാം. അപ്പൊ വാലൻസ് ബാൻഡ് നിങ്ങൾക്ക് അറിയാം, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് വാലൻസ് ബാൻഡ്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെക്കാളും എനർജി കൂടിയിരിക്കുന്ന ഒരു ബാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാം. അപ്പൊ നോർമലി നമ്മൾ കാർബൺ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലാണ് വാലൻസ് ബാൻഡ്, മൂന്നാമത്തെ ഷെല്ലായിരിക്കും കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലാക്കി വെക്കുക. സിലിക്കൺ ആണെങ്കിൽ മൂന്നാമത്തെ ഓർബിറ്റ് ആയിരുന്നു വാലൻസ് ബാൻഡ്. നമ്മൾ ഇതിനേക്കാളും എനർജി ലെവലുള്ള 4ാമത്തെ ബാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നമുക്കറിയാം. ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഗ്യാപ്പിനെ നമ്മൾ നോർമലി പറയുന്ന പേരാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? ഒരു ആറ്റത്തിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ്, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്
ഈ മെറ്റീരിയല് കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ക്ലോസർ ആണെങ്കിൽ ഇത് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഡിസ്റ്റൻസ് കൂടിയാണ് ഇരിക്കുന്നെങ്കിൽ ഇത് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇൻസുലേറ്റേഴ്സിനും കണ്ടക്ടേഴ്സിനും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഇത് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണല്ലോ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക്. അപ്പൊ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഈ സെമി കണ്ടക്ടർ അറിയുന്നതിന് മുമ്പ് എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണേ. വാട്ട് ഈസ് ആൻ ആറ്റം, വാട്ട് ഈസ് അറ്റോമിക് സ്ട്രക്ചർ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ, എന്താണ് ഇലക്ട്രോൺ, എന്താണ് ന്യൂക്ലിയസ്, എന്താണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൽ ഓരോ ഓർബിറ്റിലും ഫില്ലാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, വാലൻസ് ബാൻഡ് എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് സെമി കണ്ടക്ടറിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. യെസ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണേ. യെസ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ ബേസിസിൽ കോമ്പണൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻസുലേറ്റർ, സെക്കൻഡ് വൺ ഈസ് കോൾഡ് കണ്ടക്ടർ ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ എന്താണ് ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നോക്കൂ. ഇൻസുലേറ്ററിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. സോ വി ഹാവ് എ വാലൻസ് ബാൻഡ്, വി ഹാവ് എ കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വാലൻസ് ബാൻഡ്, ഈ വാലൻസ് ബാൻഡിനെ സറൗണ്ട് ചെയ്തിട്ട് അതിനേക്കാളും എനർജി ലെവൽ കൂടിയിരിക്കുന്ന ഒരു ബാൻഡ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് കോൾഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഹിയർ ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് ഇൻസുലേറ്റർ ഈസ് 15 eV. നമ്മൾ സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഡിസ്റ്റൻസ്, ആറ്റത്തിന്റെ സ്ട്രക്ചറിലെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് EV അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യും? നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് EV അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള യൂണിറ്റ് വഴിയാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ 15 EV എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറലി 5 ഇലക്ട്രോൺ വോൾട്ടോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയലിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഇൻസുലേറ്റേഴ്സ്. അപ്പൊ എന്താണ് ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ an insulator is a material that does not conduct electrical current under normal conditions. Insulators have a very wide forbidden energy gap that is greater than or equal to 5 eV. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പോസിബിൾ അല്ലാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ എന്താ? ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലെ. ഇവിടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് 5 EV അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. 5 EV അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ ഇത് ഇൻസുലേറ്റേഴ്സ് ആയത്. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത കോമ്പണന്റ് ആണ് കണ്ടക്ടേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ കണ്ടക്ടേഴ്സ്? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉള്ള ഡിവൈസസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് പറയാം. അപ്പൊ നിങ്ങളുടെ കണ്ടക്ടേഴ്സ് കണ്ടോ? കണ്ടക്ടേഴ്സിന്റെ കേസിൽ വി ഹാവ് എ വാലൻസ് ബാൻഡ് ആൻഡ് വി ഹാവ് എ കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും മ്യൂച്വലി ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോ? ബോത്ത് ദി വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ ഓവർലാപ്പ് ഈച്ച് അതർ. ഓവർലാപ്പ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡിസ്റ്റൻസ് ഇല്ല, അത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ കണ്ടക്ടേഴ്സിന് ജനറലി നമുക്ക് പറയാം എ കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഈസിലി കണ്ടക്ട് ഇലക്ട്രിക്കൽ കറന്റ്. മോസ്റ്റ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. There is no forbidden energy gap between valence band and conduction band. They have overlap each other. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയാ. ഇനി എന്താണ് സെമി കണ്ടക്ടേഴ്സ്? നിങ്ങൾ കണ്ടോ?
നമ്മൾ ഇൻസുലേറ്റേഴ്സ് പോലെ തന്നെ ഇവിടെ സെമി കണ്ടക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. സോ വി ഹാവ് എ വാലൻസ് ബാൻഡ്, വി ഹാവ് എ കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് 1 eV ആണ്, 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനേക്കാളും കൂടുതലാണ്, പക്ഷെ ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് മേ ബി കണ്ടക്ടറായിട്ട് മാറാം, അതുപോലെ തന്നെ ഇൻസുലേറ്റർ ആയിട്ട് മാറാം. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? സെമി കണ്ടക്ടേഴ്സ് ആർ നെയ്തർ ഗുഡ് കണ്ടക്ടേഴ്സ് നോർ ഗുഡ് ഇൻസുലേറ്റേഴ്സ്. The forbidden energy gap of semiconductor is not wide, approximately 1 eV. Silicon and germanium are widely used semiconductors. This is very important. സിലിക്കണും ജർമേനിയും ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ കാർബൺ പറഞ്ഞിരുന്നു. കാർബൺ എന്ന് പറഞ്ഞാൽ ഒട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് അല്ല. അതുകൊണ്ട് നമ്മൾ കാർബണിനെ ഒരിക്കലും സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് പ്രിഫർ ചെയ്യാറില്ല. നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് നോർമലി എന്താണ്? സിലിക്കൺ ആണ്, അല്ലെങ്കിൽ ജർമേനിയാണ്. കാരണം സിലിക്കണും ജർമേനിയത്തിന്റെയും അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ 4 ഇലക്ട്രോൺസ് ഉള്ള കോമ്പണൻസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാറ്? കൺസിഡർ ചെയ്യാറ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് ഇതിന്റെ ബേസിക് ലോജിക് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലോജിക്ക് മനസ്സിലായല്ലോ. 3 കോമ്പണൻസ് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ഇൻസുലേറ്റർ, വാട്ട് ഈസ് കണ്ടക്ടർ ആൻഡ് വാട്ട് ഈസ് സെമി കണ്ടക്ടേഴ്സ്. ലോജിക്ക് ഓക്കെ അല്ലേ? അപ്പൊ സിലിക്കണും ജർമേനിയത്തിന്റെയും ഒരു അറ്റോമിക് സ്ട്രക്ചർ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സും കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താണെന്നൊക്കെ ഞാൻ വളരെ വൈഡായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, സെക്കൻഡ് വൺ ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, വാട്ട് ഈസ് മീൻ ബൈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? ആ വേർഡ് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂൾ ലെവലിലൊക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. ഒരു ഇംപ്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണേ, എ സെമി കണ്ടക്ടർ ഈസ് ഇൻ എക്സ്ട്രീംലി പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രീംലി പ്യുവർ ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ? അറ്റ് ആബ്സല്യൂട്ട് സീറോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടർ ആയിട്ട് മാറാം, ഇൻസുലേറ്റർ ആയിട്ട് മാറാം. അപ്പോൾ ആബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചറിൽ നോർമലി സെമി കണ്ടക്ടേഴ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഇൻസുലേറ്റർ ആയിട്ടാണ്, ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കണേ. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നിങ്ങൾ നോക്കണേ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഒരു മെറ്റീരിയൽ വരച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സിലിക്കൺ മാത്രമാണ്, അല്ലെങ്കിൽ ജർമേനിയം മാത്രമാണ്. കാരണം ഇവിടെ ഇംപ്യൂർ ആയിട്ടുള്ള പാർട്ടുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ ഈ ഓരോ സിലിക്കണിന്റെയും ജർമേനിയത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഞാനിവിടെ +4 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ 4 ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഇവിടെ 4 ഇലക്ട്രോൺസ്, ഇവിടെ 4 ഇലക്ട്രോൺസ്, ഇവിടെ 4 ഇലക്ട്രോൺസ്, ഇവിടെ 4 ഇലക്ട്രോൺസ്, ഇവിടെ 4 ഇലക്ട്രോൺസ് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നെങ്കിൽ സിലിക്കൺ ആണ്, അല്ലെങ്കിൽ എന്താണ്, ജർമേനിയാണ്. അങ്ങനെയാണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി നോക്കാം. If the outermost shell of an atom has 8 electrons, it is said to be filled. It is then become a stable structure. In case of silicon or germanium has only 4 electrons in the outermost shell. To fill the valence shell, each atom require 4 more electrons. This is done by sharing of 4 neighboring atoms. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഓരോന്നിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. 4 ഇലക്ട്രോൺസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റേബിൾ എന്ന് പറയാം.
അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 4 ഇലക്ട്രോൺസ് നിയറസ്റ്റ് ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ആയിട്ട് ഷെയർ ചെയ്യും, മ്യൂച്വലി ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന്റെ നിയറസ്റ്റ് ഷെല്ലിൽ നിന്ന് 4 ഇലക്ട്രോൺസിനെ 1 2 3 4, അപ്പൊ അങ്ങനെ 8 ഇലക്ട്രോൺസിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് തന്നെ ഈ ഒരു അറ്റോമിക് സ്ട്രക്ചർ എൻറ്റയർലി സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? സോ ഈച്ച് സിലിക്കൺ ആറ്റം പൊസിഷൻ ഇറ്റ് സെൽഫ് വിത്ത് 4 adjacent silicon atom form a silicon crystal. A silicon atom with its 4 valence electron share an electron with each of its 4 neighbors and therefore covalent bond is created. അപ്പൊ എങ്ങനെയാണ് ഇവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്? 4 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. 4 ഇലക്ട്രോൺസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേബിൾ സ്ട്രക്ചറിലേക്ക് വരും അല്ലെ? അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് നമുക്കിവിടെ ഒരു സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയാം. ഇതൊക്കെ സ്കൂൾ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെപ്പോൾ ജസ്റ്റ് അതൊക്കെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സെമി കണ്ടക്ടർ ഫിസിക്സിന്റെ ഒക്കെ ബേസിക്സ് അറിയാതെ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയറിനൊന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഡീപ്പായിട്ട് പറയുന്നത്, ഇൻ ഡെപ്തിൽ പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക്സിന്റെ ഫണ്ടമെന്റൽ ബേസിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, അപ്പൊ അതിന്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ ഒക്കെ ഞാനിപ്പോ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ എന്താണ് സംഭവിക്കുക? എന്താണ് ഈ കോവാലന്റ് ബോണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? 4 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. അതിന്റെ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി നിയറസ്റ്റ് ആയിട്ടുള്ള 4 ഇലക്ട്രോൺസിനും കൂടി അത് മ്യൂച്വലി ഷെയർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? കോവാലന്റ് ബോണ്ട് എന്ന് പറയാം അല്ലെ? കോവാലന്റ് ബോണ്ട്. അപ്പൊ ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്താ സംഭവിക്കാം? നിങ്ങൾ നോക്കൂ, when an electron break a covalent bond and moves away, a vacancy is created. The broken covalent bond, the vacancy is called hole. Whenever free electron is generated, a hole is created simultaneously. That is, free electron and holes are always generated in pairs. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസിമിലാരിറ്റീസ് കാരണം മേ ബി കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവാം. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺസ് ആണല്ലോ, ഈ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ഈ വേക്കൻസിയെ നമുക്ക് ജനറലി എന്ത് പറയാം? ഈ വേക്കൻസിയെ നമുക്ക് ഹോൾ എന്ന് പറയാം. അപ്പോൾ ഹോളിന്റെ പ്രത്യേകത എന്താ? ഹോളിന്റെ ചാർജ് എന്താണ്? ഹോൾ എന്ന് പറയുന്ന വേക്കൻസിയാണ്. വെനെവർ free electrons are generated, hole is created simultaneously. That is, free electron and hole are always in pairs. അപ്പോൾ ഈ ഹോൾസിന്റെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു എലമെന്റിനെ വിട്ടു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ എക്സ്ട്രീംലി പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ ഒന്നെങ്കിൽ പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ പ്യുവർ ജർമേനിയം മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെ? ഇവിടെ ഇതിന്റെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് 4 ഇലക്ട്രോൺസിനെ മ്യൂച്വലി ഷെയർ ചെയ്യും. അതിന്റെ റിസൾട്ടിനായിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. എപ്പോഴാണ് ഹോൾസ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മുടെ വാലൻസ് പാനലിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് പാനലിൽ നിന്ന് കണ്ടക്ഷൻ പാനലിലേക്ക് മൂവ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ബേസിക് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ആൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? നിങ്ങളൊന്ന് നോക്കൂ. എ സെമി കണ്ടക്ടർ ഈസ് ഇൻ ഇംപ്യൂർ ഫോം ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ എന്താണ് ഇംപ്യൂർ ഫോം എന്ന് പറഞ്ഞാൽ? പ്യുവർ ആയിരിക്കില്ല ഒരിക്കലും. പ്യുവർ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും അഡീഷണൽ മെറ്റീരിയൽസും കൂടി യൂസ് ചെയ്യും. സോ ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി
to a semiconductor, it is then called impurity or extrinsic semiconductor. So the process of adding impurity to a semiconductor is called doping. അപ്പോൾ ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പൊ എന്താണ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡോപ്പിംഗ് എന്ന് പറയാം. അപ്പൊ ഡോപ്പിംഗ് പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെമി കണ്ടക്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഇതിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. സോ ദർ ആർ ബേസിക്കലി ടു ടൈപ്സ് ഓഫ് extrinsic semiconductors. Basically 2 types of extrinsic semiconductors എന്ന് പറഞ്ഞാൽ this is n-type semiconductor and p-type semiconductor. ഫസ്റ്റ് സെമികണ്ടക്ടർ എന്ന് പറയുന്നത് n-type semiconductor ആണ്, സെക്കൻഡ് ഏതാണ്, p-type semiconductor ആണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, അപ്പോൾ എന്താണ് n-type semiconductor? നമുക്കറിയാം ഇവിടെ നമ്മൾ ഡോപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ when a small amount of pentavalent impurity is added to a pure semiconductor, it is known as n-type semiconductor. അപ്പോൾ ഏതൊക്കെയാണ് ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി? പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫോസ്ഫറസ്, അല്ലെങ്കിൽ ആർസെനിക്, അല്ലെങ്കിൽ ആന്റിമണി. അപ്പൊ എന്താണ് ഈ ഫോസ്ഫറസ്? ഇതിന്റെ അറ്റോമിക് നമ്പർ 15 അല്ലേ? 15 എന്ന് പറഞ്ഞാൽ 2,8,5. ആർസെനിക് എന്ന് പറഞ്ഞാൽ 2,8,18,5. ആന്റിമണി 51 ആണ്. ആന്റിമണി ഒരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ ഫില്ലാവുന്ന ഒരു പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നോർമലി എഴുതുമ്പോൾ നോർമൽ തിയറി വെച്ചിട്ടല്ലാതെ എഴുതാം. ഇത് 2,8,18, അപ്പോൾ 28 അല്ലേ? ഓക്കെ, എനിവേ, അപ്പൊ എന്തായാലും ഈ 3 കോമ്പണൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോസ്ഫറസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആർസെനിക് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആന്റിമണി കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡോപ്പിംഗ് എന്നുള്ള മെക്കാനിസം വഴിയാണല്ലോ എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? n-type സെമികണ്ടക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് എപ്പോഴും, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി. അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെൻഡാവാലന്റ് ആണോ ട്രൈവാലന്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ നിങ്ങൾ നോക്കൂ. n-type സെമികണ്ടക്ടറിന്റെ അറ്റോമിക് സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോൺസ് ഉള്ള സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയാണ്. ഇതിൽ ഒന്ന് മാത്രം പെൻഡാവാലന്റ് ആണ്, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്, അതായത് +5 ആണ്. അപ്പോൾ കണ്ടോ, 5th ഇലക്ട്രോൺസ് ഇവിടെ +5 ആണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫറസോ ആർസെനിക്കോ ആന്റിമണിയോ ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോൺസ് അല്ല, ഇതിന്റെ ഔട്ടർ മോഷനിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ഡീപ്പ് തിയറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ നോർമലി ഇവിടെ സംഭവിക്കുന്ന കാര്യം, the phosphorus atom has 5 electrons in the valence shell. 4 of them make a covalent bond to surrounding atom. ഈ 4 വെച്ചിട്ട് നമുക്ക് covalent bond ഉണ്ടാക്കാൻ പറ്റും അല്ലേ? So one of the electron cannot make any bond with a neighboring atom which will move freely into crystalline structure. അപ്പോൾ 4 ഇലക്ട്രോൺസിന് മാത്രമേ covalent bond ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 5th ഇലക്ട്രോൺ ഉണ്ട്. ആ 5th ഇലക്ട്രോണിന് ഒരിക്കലും covalent bond ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. So in an n-type material at room temperature, the impurity atom donate electrons into crystalline structure. So impurity atom is called donor atom. അപ്പോൾ എന്തുകൊണ്ടാണ് n-type സെമികണ്ടക്ടറിനെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്? ഈ എക്സ്ട്രാ ഉള്ള 5th ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഡോണർ ആറ്റം എന്ന് പറയാം 5th ഇലക്ട്രോണിനെ. അപ്പോൾ നോർമലി ഇവിടെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത ഹോൾസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ 5th ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഹോൾസ് അല്ല ഉണ്ടാവുക, ഇവിടെ ഇമ്മൊബൈൽ അയോൺസ് ഉണ്ടാവുക. സോ അത് നമ്മൾ പറയുന്നത് ദ ഡൊണേറ്റഡ് ഇലക്ട്രോൺസ് കോൾഡ് എക്സസ് ഇലക്ട്രോൺസ്. ദ ഫോസ്ഫറസ് ആറ്റം ഡൊണേറ്റ് 1 ഇലക്ട്രോൺ ഇൻ ദി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആൻഡ് ബിക്കം +1 ചാർജ്ഡ് അയോൺ. ദിസ് അയോൺ ഈസ് ടൈറ്റ്ലി ബോണ്ടഡ്, സോ ഇറ്റ് ഈസ് കോൾഡ് ഇമ്മൊബൈൽ അയോൺ. അപ്പോൾ ഇവിടെ നോർമലി സംഭവിക്കുന്നത്, ഇവിടെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസ് ഉണ്ടാവും. ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ്, അതിന് മൂവിങ് കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ ഉള്ള ഈ 5th ഇലക്ട്രോൺ കണ്ടോ, ഈ എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ ഇവിടെ ഒരിക്കലും ഹോൾസ് ഫോം ചെയ്യില്ല. ഇവിടെ ഫോം ചെയ്യുന്ന അയോൺസ് ആണ്. എന്താണ് അയോൺ എന്ന് പറഞ്ഞാൽ? അയോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, കാരണം അത് വിട്ടുകൊടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഒരു ഇമ്മൊബൈൽ അയോണാണ്. ഇമ്മൊബൈൽ അയോൺ എന്ന് പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, പക്ഷെ അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഇതിനെയാണ് നമ്മൾ, അപ്പോൾ നോർമലി നമ്മളൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തുണ്ടാവും? ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ എത്ര ഡോണർ ഇമ്പ്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര ഫോസ്ഫറസ് ആർസെനിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും ഇമ്മൊബൈൽ അയോൺസ് ഉണ്ടാവും. ഈ ഇമ്മൊബൈൽ അയോൺസ് ഉണ്ടായ ഓട്ടോമാറ്റിക്കലി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ എപ്പോഴാണോ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഹോൾസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ജനറലി നമുക്ക് പറയാം ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയാം. കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി, ഹോൾസ് ആയിരിക്കും മൈനോറിറ്റി. എന്തില്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോൺസ് ആർ ദി മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് ആർ ദി മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പൊ മെജോറിറ്റി ആയിട്ടുള്ളത് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ആയിട്ടുള്ളത് ഹോൾസ് ആണ്, അല്ലെ? ഇനി പി ടൈപ്പ് നോക്കാം. നമ്മളിപ്പോ എൻ ടൈപ്പ് പറഞ്ഞ സെയിം മെത്തേഡിൽ നമുക്ക് പി ടൈപ്പ് പറയാം. അപ്പോൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് പകരം ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ട്രൈ വാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോഷനിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ട്രൈ വാലന്റ് എന്ന് പറയാം. ഇപ്പൊ ട്രൈ വാലന്റ് എക്സാമ്പിൾ ആണ് ബോറോൺ. ബോറോൺ കണ്ടോ? ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം ബോറോണിനെ? 2,3. അലുമിനിയം, അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 2,8,3. ഗാലിയം, ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ 31 ആണ്. 31 പറഞ്ഞാൽ 2,8,18,3. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ എല്ലാ കോമ്പണന്റിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ട്രൈവാലന്റ് ആറ്റംസ് ആണ്. അപ്പൊ പെന്റാവാലന്റ് ആറ്റത്തിന് പകരം ട്രൈവാലന്റ് ആറ്റംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പൊ നേരത്തെ 1 ഇലക്ട്രോൺസ് കൂടുതലായിരുന്നു, ഇവിടെ 1 ഇലക്ട്രോൺസ് കുറവാണ്. +4 പകരം +3 ഉള്ളൂ. അപ്പൊ ഒരു ലാക്ക് ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. നേരത്തെ അത് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇവിടെ. അപ്പൊ ഇത് ശരിക്കും പി ടൈപ്പ് സെമി ആക്സെപ്റ്റർ ആണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഡോണർ ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കൂ, എല്ലാം +4 ആണ്. പക്ഷെ സെന്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോറോണോ അലുമിനിയോ ഗാലിയോ ആണ്. അതിന്റെ ഔട്ടർ മോഷനിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ട്രൈവാലന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ? ട്രൈവാലന്റ് എന്താന്ന് മനസ്സിലായല്ലോ? അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസ് എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഈച്ച് boron atom has 3 electrons in its valence shell. These electrons make a covalent bond with neighboring atoms. Each boron surrounded by 4 silicon atoms, but boron has 3 electrons which makes a covalent bond to neighboring atom. So there is a deficiency of electron around the boron atom. These deficiencies create a hole. So boron atom will receive an electron from neighboring covalent bond crystalline and fill 8 electrons. In this condition, the boron gets -1 charge and become negatively charged immobile ion. So the p-type material accept 1 electron from crystalline structure. So it is called acceptor atom. അപ്പോൾ നിങ്ങളൊന്നുമില്ല മനസ്സിലാക്കേണ്ട കാര്യം, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ 1 ഇലക്ട്രോൺ കൂടുതലായിരുന്നു, ഇവിടെ 1 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നോർമലി ഡോണർ ആയിരുന്നു, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആക്സെപ്റ്റർ ആണ്. അപ്പോൾ നോർമലി ഇവിടെ സംഭവിക്കുന്നത് ഒരെണ്ണം കുറവായതുകൊണ്ട് അത് നിയറസ്റ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇമ്മൊബൈൽ പോസിറ്റീവ് അയണായിരുന്നു നേരത്തെ അതുണ്ടായിരുന്നു, ഇവിടെ ഒരു ഇമ്മൊബൈൽ നെഗറ്റീവ് അയണാണ് വരിക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജനറലി പറയാം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇതുപോലെ ഉണ്ടാവും. ഈ സ്ട്രക്ചറിൽ നമുക്ക് ഇമ്മൊബൈൽ നെഗറ്റീവ് അയൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഹോൾസ് ഉണ്ടാവും. വളരെ റെയർ കേസിൽ എപ്പോഴാണോ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ ജനറലി നമുക്ക് പറയാം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ എൻ ടൈപ്പ് പോലെ തന്നെ നമ്മളിപ്പോൾ പി ടൈപ്പും പറഞ്ഞു, എൻ ടൈപ്പും പി ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ആയത്. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ ഫണ്ടമെന്റൽ തിയറി, അറ്റോമിക് സ്ട്രക്ചർ, ആറ്റം, അറ്റോമിക് നമ്പർ, പിന്നെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഡോപ്പിംഗ്, പി ടൈപ്പ്, എൻ ടൈപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സിലബസിൽ വരുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്.
പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറും റൈറ്റ് സൈഡിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആയിരിക്കും. ഇതിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലാണ് നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഡയോഡും കൂടി കഴിഞ്ഞിട്ട് നമ്മളത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി പോർഷൻ ആയി പോയി. ഫണ്ടമെൻ്റൽ തിയറിയാണ്, കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.